കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവേശം കൊള്ളാൻ പേരിലൊരു സ്റ്റാലിനുണ്ട് തമിഴ്നാട്ടിൽ. ഇപ്പുറത്ത് നമ്മുടെ കേരളത്തിലാകട്ടെ സാക്ഷാൽ പിണറായി വിജയൻ. അണികളുടെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടുപേരും ഇരട്ട ചങ്കന്മാരാണ് അണികളുടെ ഭാഷയിൽ. പക്ഷേ നമുക്കറിയാം രണ്ടുപേരും ഇരട്ട ചങ്കുകളാണ്. രാഷ്ട്രീയത്തിൽ സാമ്യമുണ്ടെങ്കിലും പക്ഷേ പ്രവൃത്തിയിൽ ഇവർ തമ്മിലുള്ള അന്തരം തമിഴ്നാട്ടിലെ റാണിപ്പെട്ടിലെ ഈ പുതിയ കാഴ്ച കണ്ടാൽ മനസ്സിലാകും. ഒരാൾ നാടിനു വേണ്ടി വികസനം കൊണ്ടുവരുമ്പോൾ മറ്റൊരാൾ ഉള്ള വികസനം കൂടി പറപ്പിക്കുന്ന തിരക്കിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ റാണിപ്പെട്ടിൽ ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ജാഗ്വാർ ലാൻഡ് റോവർ JLR പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. 9,000 കോടി രൂപയുടെ നിക്ഷേപം, അതും ഏകദേശം 5,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന പദ്ധതി. സാക്ഷാൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനും ടാറ്റ ചെയർമാൻ N ചന്ദ്രശേഖരനും ചേർന്നാണ് റേഞ്ച് റോവർ പുറത്തിറക്കി ഈ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. അടുത്ത 7 വർഷത്തിനുള്ളിൽ 2.5 ലക്ഷം വാഹനങ്ങൾ ഇവിടെ നിർമ്മിക്കാനാണ് പദ്ധതി. ദക്ഷിണേന്ത്യയിൽ തന്നെ ടാറ്റയുടെ രണ്ടാമത്തെ വലിയ ഒരു നിർമ്മാണ യൂണിറ്റാണിത്. നമുക്കൊക്കെ സ്വപ്നം കാണാം. ഇനി നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1989 ശ്രീനിവാസൻ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത വരവേൽപ്പ് എന്നൊരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് നാട്ടിലൊരു ബസ് സർവീസ് തുടങ്ങി ഒടുവിൽ പാപ്പരായ മോഹൻലാലിന്റെ കഥ. വീണ്ടും ഗൾഫിൽ പോകും. വർഷം ഇത്രയും കഴിഞ്ഞിട്ടും കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം ആ സിനിമയിൽ നിന്ന് ഒരടി മുന്നോട്ട് പോയിട്ടുണ്ടോ? ടാറ്റയെ പോലൊരു ഭീമൻ തമിഴ്നാട്ടിലേക്ക് 9,000 കോടി രൂപയുമായി വണ്ടി കയറുമ്പോൾ കേരളത്തിലുള്ള മുതലാളിമാർ പോലും കെട്ടുകെട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പണ്ട് ടാറ്റ കേരളത്തിൽ വന്നപ്പോൾ നമ്മൾ ടാറ്റ പറഞ്ഞു വിട്ട ചരിത്രവും മറക്കാൻ പാടില്ലല്ലോ. 1980കളിൽ ടാറ്റ ഗ്രൂപ്പ് തങ്ങളുടെ പ്രശസ്തമായ ടൈറ്റാൻ വാച്ച് ഫാക്ടറി സ്ഥാപിക്കാൻ ആദ്യം പരിഗണിച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായിരുന്നു. അക്കാലത്തെ കേരളത്തിലെ തൊഴിലാളി യൂണിയനുകളുടെ അതിപ്രസരവും നോക്കുകൂലി ഉൾപ്പെടെയുള്ള തൊഴിൽ പ്രശ്നങ്ങളും ഹർത്താൽ സംസ്കാരവും ഭയന്ന് ടാറ്റ ആ പദ്ധതി കേരളത്തിൽ നിന്നും മാറ്റി. അവർ തമിഴ്നാട്ടിലെ ഹൊസൂർ തിരഞ്ഞെടുത്തു. ഇന്ന് ഹൊസൂർ ഒരു വൻകിട വ്യവസായ നഗരമായി വളർന്നു. കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും നികുതി വരുമാനവുമാണ് അന്ന് ആ ഒരൊറ്റ തീരുമാനത്തിലൂടെ നമുക്ക് നഷ്ടമായത്. നീണ്ട നിയമയുദ്ധങ്ങൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിൽ ടാറ്റ തങ്ങളുടെ തോട്ടം ബിസിനസ്സിൽ നിന്ന് വലിയ ഒരു പങ്കുപേക്ഷിച്ച കഥയുണ്ട്. അച്യുതാനന്ദൻ സർക്കാരിന്റെ സമയത്ത് അവർ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് എന്ന പേരിൽ തൊഴിലാളികൾക്ക് കൂടി ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനി രൂപീകരിച്ച് തങ്ങളുടെ നേരിട്ടുള്ള ഉടമസ്ഥത കുറച്ചു. കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു മെസ്സേജ് കോർപ്പറേറ്റ് ലോകത്തിന് നൽകാൻ ഈ ഒരു സംഭവം കാരണമായിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ സിംഗൂരിൽ നിന്ന് ടാറ്റ നാനോ പ്ലാന്റ് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ, ടാറ്റ നാനോയുടെ പ്ലാന്റ് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ പല സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, ആന്ധ്ര തുടങ്ങിയവയെല്ലാം തന്നെ ടാറ്റയെ സ്വാഗതം ചെയ്തു. എന്നാൽ കേരളം അത്തരം ഒരു വമ്പൻ പദ്ധതിയെ സ്വാഗതം ചെയ്യാനോ അതിനുള്ള ഭൂമി നൽകാനോ കാര്യമായ ഉത്സാഹം കാണിച്ചില്ല, മിണ്ടിയില്ല. ഒടുവിൽ അത് ഗുജറാത്തിലേക്ക് പോയി. ഇപ്പോൾ ടാറ്റ ഇലക്ട്രോണിക്സ് ചിപ്പ് നിർമ്മാണത്തിനും ഐഫോൺ പാർട്സ് നിർമ്മാണത്തിനൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് കോടികൾ നിക്ഷേപിക്കുന്നത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലും ഹൊസൂരിലുമൊക്കെയാണ്, കേരളത്തിന്റെ അതിർത്തിക്ക് തൊട്ടടുത്ത്. കേരളത്തിന് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടായിട്ടും സ്ഥല ലഭ്യതയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ വമ്പൻ പ്രൊജക്റ്റുകളും നമുക്ക് നഷ്ടമായത്. ഇവിടെയാണ് യഥാർത്ഥ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റാലിനും നരേന്ദ്രമോദിയും തമ്മിൽ രാഷ്ട്രീയമായി നല്ല ഉടക്കിലാണ്. വേദി കിട്ടിയാൽ പരസ്പരം വിമർശിക്കും. പക്ഷേ തമിഴ്നാടിൻ്റെ വികസന കാര്യത്തിൽ സ്റ്റാലിൻ വിട്ടുവീഴ്ചയ്ക്കില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് കൃത്യമായി വാങ്ങിച്ചെടുക്കാൻ അദ്ദേഹത്തിന് അറിയാം. അതിന് പ്രധാന കാരണം കേന്ദ്ര പദ്ധതികൾക്ക് സംസ്ഥാനം നൽകേണ്ട വിഹിതം കൃത്യമായി നൽകാൻ തമിഴ്നാടിൻ്റെ ഖജനാവിൽ പണമുണ്ട് എന്നതാണ്. എന്നാൽ കേരളത്തിലോ? കേന്ദ്രം തരുന്നില്ലേ എന്ന് നിലവിളിക്കുന്നതല്ലാതെ കിട്ടാനുള്ളത് വാങ്ങിയെടുക്കാൻ, പദ്ധതി വിഹിതം വയ്ക്കാൻ ഖജനാവിൽ കാശില്ല. വികസന മുടക്കികളായി കൊടികുത്തി സമരം ചെയ്ത് വ്യവസായങ്ങളെ ഓടിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സഖാക്കൾ കാണിക്കുന്ന ആവേശം പുതിയ സംരംഭങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആരും ആശിച്ചു പോകും. ചുരുക്കത്തിൽ പേരിൽ വിപ്ലവം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, പ്രവൃത്തിയിൽ വികസനം വേണം. അതാണ് യഥാർത്ഥ വിപ്ലവമെന്നാണ് അയൽ സംസ്ഥാനം നമ്മളെ പഠിപ്പിക്കുന്നത്, അവിടുത്തെ മുഖ്യമന്ത്രി നമ്മളെ പഠിപ്പിക്കുന്നത്. മുതലാളിത്തം തൊലയട്ടെ എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോഴും ആ മുതലാളിമാർ അയൽപ്പക്കത്ത് ഫാക്ടറി തുടങ്ങുമ്പോൾ ക്യൂ നിന്ന് ജോലി ചോദിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ തന്നെ വേണ്ടി വരുന്നു എന്നതാണ് ഇതിലെ ഐറണി. ഇനിയെങ്കിലും ഈ വരവേൽപ്പ് മോഡൽ ഒന്ന് മാറ്റിപ്പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അവശേഷിക്കുന്ന യുവാക്കൾക്ക് കൂടി യാത്രയയപ്പ് കൊടുക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.